വെട്ടി തുറന്ന് പറയുന്നതാണ് സിനിമാ കേരളയുടെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് തന്നെ സിനിമാ കേരള സ്റ്റോറികൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനാകും. എന്തും വെട്ടി തുറന്ന് ഞങ്ങൾ പറയും. അതിൽ വലിപ്പച്ചെറുപ്പമില്ല, വലിയവരെന്നോ ചെറിയവരെന്നോ ഉള്ള വ്യത്യാസമില്ല. അതൊക്കെയാണ് സിനിമാ കേരളയുടെ പ്രത്യേകത. ഞങ്ങൾ താരങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷേ താരങ്ങളുടെ രഹസ്യ ജീവിതം പുറത്തുവിടുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ വിമർശനങ്ങൾ ഞങ്ങൾ സഹിക്കുന്നത്, ആ കല്ലേറുകൾ ഞങ്ങൾ പൂമാലയാക്കുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയൊക്കെ സംഭവിച്ച ചില പ്രതിഭാസങ്ങൾ പുറത്തുവിടുന്നത് ഞങ്ങളുടെ കടമയാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. സിനിമാ കേരള ഇപ്പോൾ പറയുന്നത് സിൽക്ക് സ്മിതയുടെ കഥയാണ്. സിൽക്ക് സ്മിതയുടെ ജീവചരിത്രം എഴുതാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിശാശലഭം എന്നായിരുന്നു ആ ജീവചരിത്രത്തിന് ഞാനിട്ട പേര്. പല്ലിശ്ശേരി എഡിറ്ററായിരുന്ന സിനിമാ മംഗളത്തിലാണ് നിശാശലഭം എന്ന ആ ജീവചരിത്ര പരമ്പര അച്ചടിച്ച് വന്നത്. സിനിമാ മംഗളം അക്കാലത്ത് ഈ ജീവചരിത്രം അച്ചടിച്ചു വന്ന സിനിമാ മംഗളം വാരിക അക്കാലത്ത് വലിയ കുതിപ്പിലേക്ക് പോയി. സിൽക്ക് സ്മിതയ്ക്ക് ആരാധകർ കൊടുക്കുന്ന ആദരവ്, ആരാധകർ സിൽക്കിൻ്റെ സ്റ്റോറിയോട് കാണിക്കുന്ന മതിപ്പ്, അതൊക്കെ ഞാനന്ന് അനുഭവിച്ച് അറിഞ്ഞു. പറയുന്നത് മമ്മൂക്കയുടെയും സിൽക്ക് സ്മിതയുടെയും കഥയാണ്. മമ്മൂക്കയും സിൽക്ക് സ്മിതയും നായികനായകന്മാരായി അഭിനയിച്ച ഒരു ചിത്രമുണ്ട്, അഥർവം. അഥർവം സംവിധാനം ചെയ്തത് ഡെന്നീസ് ജോസഫാണ്. അഥർവവേദത്തിൻ്റെ കഥ പറഞ്ഞ ചിത്രമാണ്. അതിലെ ഒരു രംഗം, ആ രംഗത്തിൽ യോനി പൂജ ചെയ്യുന്നുണ്ട് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന മാന്ത്രിക കഥാപാത്രം, അല്ലെങ്കിൽ ദുർമന്ത്രവാദിയുടെ കഥാപാത്രം യോനി പൂജ ചെയ്യുന്നുണ്ട്. ആ യോനി പൂജ ചെയ്യുന്നത് സിൽക്ക് സ്മിത അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ മുമ്പിൽ നിർത്തിയാണ്. സിൽക്ക് സ്മിത ആ രംഗത്തിൽ പൂർണ്ണനഗ്നയായി അഭിനയിക്കാൻ സമ്മതിച്ചു എന്നാണ് ഡെന്നീസ് ജോസഫ് പിന്നീട് പറഞ്ഞത്. പക്ഷേ മമ്മൂക്ക അതിന് സമ്മതം നൽകിയില്ല. മമ്മൂക്ക പറഞ്ഞു, അത് ആർട്ടിഫിഷ്യലായി ചെയ്താൽ മതി, സ്വാഭാവികമായി ചെയ്യണ്ട. സ്വാഭാവികമായി സിൽക്ക് സ്മിതയുടെ യോനി പൂജ നടത്തിയിരുന്നെങ്കിൽ അഥർവം എന്ന സിനിമ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വലിയ ഹിറ്റാകുമായിരുന്നു എന്നാണ് പിന്നീട് ഡെന്നീസ് ജോസഫ് പറഞ്ഞത്. അഥർവം പരാജയപ്പെട്ട ചിത്രമായിരുന്നു. അഥർവം ഒരുപാട് പബ്ലിസിറ്റിയോടുകൂടി ഇറങ്ങുകയും പരാജയപ്പെടുകയും ചെയ്ത ഒരു ചിത്രമാണ്. പക്ഷേ ആ ചിത്രത്തിന് ഇപ്പോൾ പ്രേക്ഷകർ ഒരുപാടുണ്ട്. അഴകിയ രാവണൻ പോലെ, ബിഗ് ബി പോലെ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട അഥർവത്തെ ഇപ്പോൾ പ്രേക്ഷകർ നെഞ്ചോട് ചേർക്കുന്നു. അതൊക്കെയാണ് അഥർവത്തിൻ്റെ പ്രത്യേകത. അന്ന് യോനി പൂജയിൽ സിൽക്ക് സ്മിതയുടെ പൂർണ്ണനഗ്നമായ ശരീരം കാണിച്ചിരുന്നെങ്കിൽ അത് ചരിത്ര വിജയമായി മാറുമായിരുന്നു എന്ന് ഡെന്നീസ് ജോസഫ് പിന്നീട് പറഞ്ഞത് ഒരു പരമാർത്ഥമാണ്. കാരണം അതിനുള്ള സാധ്യതകൾ ആ തിരക്കഥയിൽ ഉണ്ടായിരുന്നു, അതിനുള്ള സാധ്യതകൾ സിനിമയിൽ ഉണ്ടായിരുന്നു. അത് വലിയ ഹിറ്റായി മാറുകയും ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടോ മമ്മൂക്ക അതിന് സമ്മതിച്ചില്ല. മമ്മൂക്ക ഒരിക്കലും സ്ത്രീകളുമായി ഇടപഴകി അഭിനയിക്കുന്ന ഒരു നടനല്ല. മമ്മൂക്കയുടേതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന നടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്നതിന്
തൻ്റെ മുമ്പിൽ പൂർണ്ണനഗ്നയായി സത്യസ്മിത നിൽക്കുന്നതിന് വിസമ്മതിച്ചു. അതുകൊണ്ട് തന്നെ അതിലെ യോനി പൂജ പ്രതീകാത്മകമായി കാണിക്കേണ്ടി വന്നു ഡെന്നീസ് ജോസഫിന്. ഇതൊക്കെ ഒരു കാലത്തെ കമേഴ്ഷ്യൽ സിനിമയുടെ കഥയാണ്. ഈ കഥ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കെന്നെ കല്ലെറിയാം, പക്ഷേ അത് ഞാൻ പൂമാലയായി സ്വീകരിക്കും.